ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നപ്പോൾ കൊച്ചുങ്ങൾക്കൊന്നും പോകണ്ട, ഇന്ന് സൺഡേ അല്ലേ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവർക്ക് സ്കൂളുള്ളപ്പം ഇവരുടെ കൂടെ ഓടാനും ഇവർക്ക് ഓരോന്ന് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. എല്ലാവരും ചോദിക്കുന്നു, എന്താ ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തേ, ഇപ്പോൾ കാണിക്കൂ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. ഓക്കെ, അങ്ങനെ മുടി എനിക്ക് രാവിലെ ഇങ്ങനെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ഒരു എന്താ പറയുക, ഒരു സമാധാനമുള്ളൂ. രണ്ടിനും മോൻ കഴിയണേ. ഓക്കേ, എന്നിട്ട് നമ്മൾ നേരെ വരുന്നത് അടുക്കളയിലോട്ടാണ്. ഞാൻ ഒരു കപ്പ് ചൂടുവെള്ളം കുടിക്കുവേ. പണ്ടൊക്കെ ഇച്ചിരി നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് ഒഴിച്ച് കുടിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ കുടിയൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് വെച്ച് ചിയാ സീഡ് ചൂടുവെള്ളത്തിട്ട് കുടിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അത് നിർത്തി, പനിയായത് കാരണം. ഇപ്പോൾ ചൂടുവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പറക്കി വെക്കണേ. അപ്പോൾ അത് പറക്കി വെച്ചിട്ട് കാണാം. അങ്ങനെ സ്വല്പം ചൂടുവെള്ളം കുടിക്കാമെന്ന് കരുതി കേട്ടോ. ചൂടുവെള്ളം കുടിക്കുമ്പോൾ നല്ല സുഖമാണ്. രണ്ടുപേരും ഇതുവരെ എണീറ്റില്ല. സ്കൂളില്ലെങ്കിൽ ഇങ്ങനെയാണ്, സ്കൂളുണ്ടെങ്കിൽ രാവിലെ എണീക്കും. കപ്പ് ചൂടുവെള്ളം ഞാൻ അകത്താക്കി. പിന്നിപ്പം ഒരു കപ്പ് വെള്ളം എടുത്തു. അതിനകത്ത് ചിയാ സീഡ്, വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ചിയാ സീഡ്. കുറച്ചേ എടുക്കാവേ, ഒരുപാട് ഇടരുത് കേട്ടോ. ഇത് കുടിക്കുമ്പോൾ നമ്മുടെ വയറ് ഫുള്ളായതുപോലെ തോന്നുന്നു. കുറച്ചിട്ടു. ഒരു 10-20 മിനിറ്റ് നേരം ഇത് ഫുള്ള് ഒന്ന് കുതിർക്കാൻ വെക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പാല് ചേർത്ത് കഴിക്കാം. പിന്നെ ഓട്സ് ഇട്ടിട്ട് പാലും കൂടെ ഒഴിച്ചിട്ട് ഇതും ചേർത്ത് കഴിക്കാം. സ്മൂത്തി പോലെ കഴിക്കാം. എങ്ങനെ വേണേലും കഴിക്കാം. നല്ലൊരു വെയിറ്റ് ലോസിന് നല്ലൊരു ഓപ്ഷനാണ് ചിയാ സീഡ്. ഓക്കെ, കരിങ്ങാലി വെള്ളമായി. ഇനി പനി വന്നതിന് ശേഷം ആർക്കും ചായ വേണ്ട കേട്ടോ, എനിക്കുൾപ്പെടെ. ചായ കുടിക്കുമ്പോൾ ഭയങ്കര ഒരിതാണ്. അതുകാരണം കാപ്പിയായിരുന്നു, ഞങ്ങൾ കൂടുതലും ബ്ലാക്ക് കോഫി ആയിരുന്നു. ഇപ്പോൾ പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു പാൽ കാപ്പിയാക്കാമെന്ന്. അങ്ങനെ പാൽ കാപ്പി വെച്ചേക്കുന്നത്. ഇത് പിന്നെയെന്ന് വെച്ചാൽ മീൻ അച്ചാറിട്ട് വെച്ചതാണ് ഇന്നലെ കേട്ടോ. ഇതിന് ഇതിനകത്താക്കി വെക്കണം, ടിന്നിലാക്കി വെക്കണം. മീനച്ചാറിന് ടിന്നിലാക്കി വെക്കണേ. ദോശയാണേ. ഞാൻ വിചാരിച്ചു ഇവർക്ക് സ്കൂളില്ലാത്ത ദിവസം കറിയൊക്കെ വെച്ചാൽ വെറുതെ വേസ്റ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രെഡ് കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ ബ്രെഡും മുട്ടയും കൂടി ചേർത്ത് പൊടിച്ച്
ഈ ദോശയും കൂടെ അങ്ങ് പോകും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഒരു ഉറക്കമാണേ, നമുക്ക് ഒന്നുകൂടെ വിളിച്ച് നോക്കാം. എണീറ്റ് ബാ, വാ 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 വാ, ഓടി വാ അനിക്കുട്ടി, ഓടി വാ, ഓടി വായോ. ഗുഡ് മോർണിംഗ് പറയൂ, ഹായ് കൊടു. ഗുഡ് മോർണിംഗ്, നല്ലൊരു ഗുഡ് മോർണിംഗ് പറ മോളെ, നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ബാ 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 ബാ, അമ്മ അവനെ ഇറക്കി വിടാം. ബാ ബാ. രണ്ടുപേരെയും കുത്തി എണീപ്പിച്ചു. ഒരാൾ കുളിക്കാനായിട്ടൊക്കെ പോയി, ഒരാൾ കുളിച്ചെല്ലാം റെഡിയായിട്ട് വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി എന്തെടുക്കാൻ പോവാ? ഇനി ഹോംവർക്ക് എഴുതാനുണ്ട്. പനിയായത് കാരണം 2 ആഴ്ച പോയില്ല. അപ്പോൾ ഇനി കുറച്ച് ഹോംവർക്ക് എഴുതാനുണ്ട്. ഇനിയിപ്പോൾ ഹോംവർക്ക് എഴുതാനുള്ള തിരക്കില്ല മോള്. ഓക്കേ. ഞാൻ ഫുഡ് എടുത്ത് വെച്ചപ്പോൾ അവന് വേണ്ടായിരുന്നേ. കൊച്ചെടുത്തപ്പോൾ ഒരു കയ്യിൽ ബ്രഷും പേസ്റ്റും, ഒരു കയ്യിൽ പ്ലേറ്റും. നോക്കൂ, കണ്ട? നിങ്ങളോട് ഇതൊക്കെ കാണണം ഫ്രണ്ട്സ്, കാണണം. ഇന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഇത് എന്താ മീനച്ചാർ എടുത്തിട്ട് കേട്ടോ. കുറേ ഞാൻ ആദ്യമൊക്കെ അതിനെ കുറച്ച് വഴക്ക് പറഞ്ഞു, പക്ഷെ കഴിച്ചപ്പോൾ എൻ്റെ പൊന്നോ എന്നാ ടേസ്റ്റ്. ഇങ്ങനെയുണ്ട്, സൂപ്പർ. ഞായറാഴ്ച ഇങ്ങനെയൊക്കെയാണ് മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.